ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന മാറ്റമുണ്ടാകാൻ സാധ്യത. കേരളത്തിൽ ആഗോള വിലയുടെ ചുവട് പിടിച്ചാണ് സ്വർണ്ണവില ഉയരുന്നത്. വില കുറയുമെന്ന പ്രവചനങ്ങൾ ആഭരണ പ്രേമികൾക്ക് ആശ്വാസമാണ്. എന്നാലും സ്വർണ്ണം ഇനി 50,000-ന് കിട്ടുമോ എന്നതൊക്കെ വെറും മോഹം മാത്രമായി അവശേഷിക്കും. പവൻ വില 2 ലക്ഷം വരെ ഉയരില്ലെന്നും റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ സ്വർണം ഒരു നിക്ഷേപം എന്നതിലുപരി മലയാളികളുടെ പാരമ്പര്യത്തിന്റെയും അഭിമാനത്തിന്റെയും ഭാഗം കൂടിയാണ്. വിവാഹങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും സ്വർണം വാങ്ങുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യം കൂടിയാണ്. അതിനാൽ തന്നെ ഇതിലെ ഓരോ മാറ്റവും ശ്രദ്ധയോടെയാണ് വിപണിയിലെ നീക്കങ്ങൾ പരിശോധിക്കുന്നത്. ഇന്ന് ആഗോള സാമ്പത്തിക രംഗത്ത് വീണ്ടും അനിശ്ചിതത്വം നിറയുന്ന അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധ സാഹചര്യവും ഇറാനും യുഎസും തമ്മിൽ ഉടനൊരു കരാർ ഉണ്ടായേക്കില്ല എന്ന ആശങ്കയും വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പണപ്പെരുപ്പ ഭീഷണി ഉയർന്നതോടെ യുഎസ് ഫെഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുമെന്ന ആശങ്കയും ഇപ്പോൾ സ്വർണ്ണ വിപണിയിൽ ശക്തമാണ്. ഇതിനിടയിൽ സ്വർണത്തിന്റെ വരും ദിവസങ്ങളിൽ ഒട്ടും അനുകൂലമായിരിക്കില്ലെന്ന സൂചനകൾ നൽകുകയാണ് വിവിധ സാമ്പത്തിക വിദഗ്ധർ. അമേരിക്കൻ ഫെഡറൽ റിസർവും വീണ്ടും പലിശ നിരക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലമുള്ള പണപ്പെരുപ്പ സമ്മർദ്ദവും സ്വർണ്ണ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതോടെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സ്വർണ്ണവിലയിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകാനാണ് സാധ്യത. അതായത് നിലവിലുള്ള പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് പുതിയ പ്രവചനങ്ങൾ വരുന്നതെന്നതും ആശങ്കയ്ക്ക് വഴിയുണ്ട്. ഇത് മുൻ പ്രവചനത്തെക്കാൾ ഏകദേശം 3% കുറവാണ്. അതായത് ഡിസംബറിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത 50%-ലധികമാണെന്നും വിവിധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യങ്ങൾ ഊർജ്ജ വിപണിയിൽ സൃഷ്ടിച്ച ആഘാതവും അതുവഴി ഉയർന്ന പണപ്പെരുപ്പവുമാണ് വിപണിയിലെ കാഴ്ചപ്പാട് മാറ്റിയതെന്നാണ് പറയുന്നത്. എണ്ണവിലയാണ് ഇപ്പോൾ നിക്ഷേപകരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഘടകം. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലോ അതിനടുത്തോ തുടരുകയാണെങ്കിൽ സ്വർണ്ണവില $4,000 എന്ന നിർണായക താങ്ങുവിലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ അത് തള്ളിക്കളയാനാകാത്ത സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. 2027 രണ്ടാം പാദത്തിൽ സ്വർണ്ണവില ഔൺസിന് ശരാശരി $5,350 എത്തുമെന്നാണ് പുതിയ പ്രവചനം. ഇത് മുൻകണക്കിനേക്കാൾ 7% കൂടുതലാണ്. യുദ്ധ സാഹചര്യ കാലഘട്ടത്തിൽ പണപ്പെരുപ്പം ക്രമേണ നിയന്ത്രണത്തിലാകുകയും പലിശ നിരക്കുകൾ താഴുകയും ഡോളറിന്റെ കരുത്ത് കുറയുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അത്തരം സാഹചര്യത്തിൽ സ്വർണ്ണവില വീണ്ടും നിക്ഷേപകരുടെ പ്രിയ ആസ്തിയായി മാറുമെന്നും കരുതപ്പെടാം. ആഗോള വിപണിയിലെ ചൂടുപിടിച്ചാണ് കേരളത്തിലും സ്വർണ്ണവില മാറി വരുന്നത്. വില കുറയുമെന്ന പ്രവചനങ്ങൾ വ്യാപാരികൾക്കും സ്വർണ്ണാഭരണ പ്രേമികൾക്കും വലിയ ആശ്വാസമാണ്. എന്നാലും പവൻ വില 50,000-ന് താഴേക്ക് എത്തുമോ എന്ന ആഗ്രഹം അത് വെറും മോഹം മാത്രമായി അവശേഷിക്കുമെന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത്. രാജ്യാന്തര വിപണിയിൽ ഔൺസ് വില $4,500 ആയാൽ പവൻ വില സ്വാഭാവികമായും 1,10,000-ന് മുകളിലേക്ക് എത്തും. അതായത് 2 ലക്ഷം വരെ പോകില്ല എന്ന് ഓർക്കണം. അത് വലിയ ആശ്വാസം തന്നെയായിരിക്കും മലയാളികൾക്ക് നൽകുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.